ഈ കല്ല് പൊക്കിയിടുന്ന ആൾക്കാണ് മറ്റേ പാസ്സാവുള്ളൂ മിലിറ്ററിയിലേക്ക് അല്ലേ. അപ്പോൾ 12 കെട്ട് വീടാണത്. ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കണം കേട്ടോ. 12 കെട്ട്. ഇതൊരു 4 കെട്ട്. നമ്മുടെ മണിച്ചിത്രത്താഴിൽ ശോഭന ചേച്ചി നൃത്തം ചെയ്യുന്ന ആ ഒരു സ്ഥലമല്ലേ, അതാണ് കേട്ടോ അത്. നമ്മളങ്ങനെ പാലസ് 100% എക്സ്പ്ലോർ ചെയ്തു, ഒന്നും മിസ് ചെയ്തിട്ടില്ല അല്ലേ. ഇവിടെ എല്ലാവരും എന്നെ പോലെ തന്നെ പേ ചെയ്തിട്ട് വീഡിയോ തരാം കേട്ടോ. പേടിക്കുന്നുണ്ട്. വീഡിയോ തന്നെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പത്മനാഭൻ പാലസ് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. വലിയ പാലസാണ്, ഏഷ്യയിലത്തെ ഏറ്റവും വലിയ വുഡൻ പാലസ് ആണ് പറയുന്നത്. 16th സെഞ്ച്വറിയിലാണ് ഈ പാലസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ പാലസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണെങ്കിലും ഇതിൻ്റെ ഫുൾ കൺട്രോൾ കേരള ഗവൺമെൻറ് അണ്ടറിലാണ് കേട്ടോ. ഈ പാലസിലേക്കുള്ള എൻട്രി ഫീ വലിയ ആൾക്കാർക്ക് 50 രൂപയും ചെറിയ കുട്ടികൾക്ക് 10 രൂപയാണ്. പിന്നെ ക്യാമറ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ 250 റുപ്പീസാണ്. ലൈക്ക് ഗോപ്രോ, ഐഫോൺ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ. ഞാൻ ഐഫോണിലാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ 250 പേ ചെയ്തത്. നല്ല ചെക്കിംഗ് ഉണ്ട് അവിടെ. എന്നെ ഒരു 15 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവർ പ്രോപ്പറായിട്ട് അത് പേ ചെയ്തിട്ട് തന്നെ പോവുക. പിന്നെ പേ ചെയ്താലും അതിന് മാത്രം വർത്താണ് കേട്ടോ. ഒരു 1.5 പാലസ് തന്നെയാണ്, അതിന് മാത്രം ഉണ്ട് കാണാം അവിടെ. ശരിക്കും ഇപ്പം ഒന്നുമില്ല ഉള്ളിലല്ലേ. ഇപ്പൊ പൂജ അതിലാ ചെയ്യണം. ഇതെന്താ സംഭവം ഈ സ്ഥലം? ഇത് രാജാവിന്റെ ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. മസാജ് ചെയ്യാനും എണ്ണ തോണിയിൽ കുളിക്കാനുള്ള കുളം. ഇത് അത് രാജാവിന്റെ എണ്ണ തോണി. ഒറ്റ മരം അത്. കാഞ്ഞിരത്തിന്റെ ഒറ്റത്തടി. വെള്ളം ഉപയോഗിച്ച് നിൽക്കുവാനെ. വെള്ളമല്ല, എണ്ണ സ്റ്റോർ ചെയ്യാൻ. അതിൽ പുള്ളി മസാജ് ചെയ്യണം. എണ്ണ സ്റ്റോർ ചെയ്യാൻ താഴെ മസാജ് ചെയ്തിട്ട് കുളിക്കാൻ പോകും. തൊഴാനുള്ള ക്ഷേത്രം. ഇതൊരു 12 കെട്ട് വീടാണ്. 3 നടുമുറ്റൊക്കെ ഉള്ള ഒരു 4 കെട്ട് വീട്. വൈകുന്നേര സന്ധ്യ നാമ പറയാൻ അത്രയും പഴക്കമുള്ളതല്ല, കുറച്ച് പഴക്കമുള്ള രാമായണം. ഇതൊരു കേരളത്തിലെ ഒരു വീടും അതിന്റെ മോഡലും വെച്ചിരിക്കുകയാണ് ഇന്നത്തെ തലമുറ കാണാൻ വേണ്ടി. നിലവറ, തലവറ, നാടികെട്ട് എല്ലാം ഉണ്ട്. എല്ലാം തടിയാണ്. ചോരും മൊത്തം എല്ലാം തടി കൊണ്ടുള്ള ഒരു കൊട്ടാരം. ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്താണ് നിലവറ. കലവറ മണ്ണ്. മണ്ണ്. ആ തടി പത്തായ. മറ്റേ അരിയൊക്കെ വെക്കണല്ലേ. ഇനി ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനല്ല പോണ്ടേ. ഇത് 4 കെട്ടല്ലേ. 4 കെട്ടുണ്ട്. 4 കെട്ടാൻ സ്റ്റഫ് എവിടെ വെച്ച് ഇതിനകത്ത് അല്ലേ. അടിയിലേക്ക് ഉണ്ട് അല്ലേ. മുകളിൽ സ്റ്റോർ ചെയ്യും. സ്റ്റോറേജ് നിലവറ. ഇത് കലവറ. കലവറ. നിലം നിലവറ അല്ല, നിലത്തിന്റെ ഉള്ളിൽ അറ, അതാണ് നിലവറ. കലത്തിന്റെ ഉള്ളിൽ അറ, അതായത് പാൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് കലത്തിന്റെ ഉള്ളിൽ സ്റ്റോറേജ്. അപ്പൊ കലവറ. അടിപൊളി. നിലവറ കലവറ. ഇതൊരു 4 കെട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ അവിടെ കാണുന്നത് ഒരു 4 കെട്ടാണ്. കാണണ്ടോ നല്ലേ. അപ്പൊ 4 കെട്ട്, ഇതൊരു 4 കെട്ട്. അപ്പൊ 8 കെട്ട്. ഇനി ഒരു കെട്ട് എവിടെയുള്ള ഉണ്ട്. അതെ, ഇത് ഇനിയൊരു 4 കെട്ട്. അപ്പോൾ 12 കെട്ട് വീടാണത്. ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കണം കേട്ടോ. 12 കെട്ട്. ഇതൊരു 4 കെട്ട്, ഇതൊരു 4 കെട്ട്, പിന്നെ അതിനപ്പുറം കാണുന്ന ഒരു 4 കെട്ട്. അപ്പോൾ 12 കെട്ട് വീടാണ് ഈ കാണുന്നത്. എന്താ സെറ്റപ്പ്. ചെറിയൊരു 4 കെട്ട് വീട് വരുന്ന ആഗ്രഹമുണ്ട്. ചെറിയത് കുഞ്ഞ്. ഇതില് ആ കുളത്തേക്ക് ഈ ഡ്രെയിൻ ലൈൻ കണ്ടോ. ഇവിടെ ഈ കാണുന്ന ഡ്രെയിൻ ലൈൻ ഡ്രെയിൻ കേട്ടോ. ഇവിടെ വരുന്ന വെള്ളം ഈ ഡ്രെയിൻ ലൈൻ വഴി അതിൽ പോയി, അതിന്ന് അപ്പുറത്ത് പോയി അത് ഫൈനലി കുളത്തേക്ക് ചെന്ന് ചേരും അത്ര. യെസ് എക്സാക്ട്ലി. അതെ. അന്നത്തെ കാലത്ത് അവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ. അല്ല, അങ്ങ് ഈ മാർത്താണ്ഡവർമ്മ മരിച്ചത് എവിടെ അടക്കം ചെയ്തെന്ന് അറിയില്ല. തെളിച്ചില്ലേ. അതൊരു ഭയങ്കര സംഭവം കേട്ടോ. ഒന്നും പറഞ്ഞില്ല. അന്നൊക്കെ ഈ ബ്രിട്ടീഷിന് ഇയാൾക്ക് ഭയങ്കര പവർ ഉണ്ടല്ലോ. അപ്പൊ ഉണ്ടെന്നുള്ള ഇയാൾക്ക് ബലം കുറഞ്ഞെന്നറിഞ്ഞ ആൾക്കാര് ഒന്ന് ആക്രമിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ സ്ട്രോങ് മനുഷ്യനായിരുന്നു അല്ലേ. തീരുമാനങ്ങളൊക്കെ
വളരെ സ്ട്രോങ് ആയിരുന്നു. അത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പടുത്ത് വരത്തില്ലല്ലോ. ഡച്ച് ഒക്കെ ഡിഫീറ്റ് ചെയ്തത്. ആ അതെ അതെ, അയാളെ കൊണ്ടാണ് കട്ടുണ്ടാക്കിച്ചത്. ഇന്ത്യയിലെ യൂറോപ്യൻ ആദ്യം സറണ്ടർ ആവുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അയാളാണ് കട്ടുണ്ടാക്കിയത് അല്ലേ? ഗിഫ്റ്റ് കൊടുത്തതാണ്. പിന്നീട് ഡച്ചിന്റെ സപ്പോർട്ടാണ് ഈ ഫോറിനേഴ്സിന്റെ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടോ? കണ്ടു അതൊക്കെ അവർ ചെയ്തതാണ്. വളരെ ശക്തനായിരുന്നു. നമ്മളങ്ങനെ മൂന്നാമത്തെ നാലുകെട്ടിലേക്ക് എത്തിയിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ നാലുകെട്ട്. കുറേ പാത്രകരിയുണ്ട്, ഇന്നർ കോട്ടികളല്ലേ പഴയ കാലത്ത്. ഒരു ഗ്ലാസ്, ഒരു ചെറിയ ഗ്ലാസ് കണ്ടോ, പണ്ടത്തെ സായിപ്പ് ഗിഫ്റ്റ് ചെയ്തായിരിക്കും മറ്റേ പാത്രം ഉണ്ടോ. ഓ പുട്ടും കുറ്റി നോക്കിയേ, അടുക്കള കിച്ചൺ. ഒരു ഓർമ്മപ്പെടുത്തലെന്ന് എനിക്ക് വെച്ചിരിക്കുക കേട്ടോ അതൊക്കെ. അടുക്കള. ഈ ചേച്ചിയാണ് നമുക്ക് കുറേ കാര്യം, മറ്റേ ചേട്ടനും പിന്നെ ഈ ചേച്ചി കുറേ കഥ പറഞ്ഞത്. അങ്ങനെ ഈ ചേച്ചിയും എൻ്റെ സബ്സ്ക്രൈബർ ആവാൻ പോവാണ് കേട്ടോ. ഓക്കെ, DASVKVLOGS സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാനൽ. ജോലി ചെയ്യുന്ന ആളാണ്, ഇത് ബ്ലോഗർ ഹോബി മാത്രമാണ്. പക്ഷെ അത് എല്ലാവരും ചെയ്യും. കൃഷ്ണദാസ്. ഓക്കെ ചേച്ചി, കണ്ടത് സന്തോഷം കേട്ടോ. സി ബൈ. ഓക്കെ, കാണാം തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ വൈഫും കുട്ടിയും ഇവിടെ എപ്പോഴും ഉണ്ടാവോ? ഇവിടെ തന്നെ ഡ്യൂട്ടി ഉണ്ടാവാറ്? ഇവിടെയല്ല, കൊട്ടാരത്തിന്റെ അകത്ത് എവിടെയെങ്കിലും. അപ്പൊ നമുക്ക് എന്തായാലും വീണ്ടും സന്ധിക്കണം. കണ്ടിപ്പാണ് ഒരു ഫാമിലി കൂട്ട്. ഓക്കെ, ഇവിടുത്തെ ആ ദേവി ഇതുവഴി വന്നിട്ട് പൂജ കഴിഞ്ഞ് പോകുമ്പോൾ പൂജയുടെ പുറകെ വന്ന് ഇവിടുന്ന് പുകയായി അങ്ങോട്ട് പാസ് ചെയ്തു എന്നുള്ളത് ഈ ക്യാമറ റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ജെന്യൂൻ ഇൻഫോ എനിക്കറിയില്ല. ഇവിടുത്തെ ഏറ്റവും മിസ്റ്ററി ആയിട്ടുള്ളൊരു കാര്യം, ഇത്രയും വലിയ കൊട്ടാരം, ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ആണ്ട് ഭരിച്ചിരുന്ന ആളാണ് ഈ മാർത്താണ്ഡവർമ്മ പറഞ്ഞ രാജാവ്. ആള് മരണപ്പെട്ടതിൻ്റെയോ ആൾ മരിച്ചതിന് ശേഷം അയാൾ എവിടെ അടക്കി എന്നുള്ളതോ അങ്ങനത്തെ ഒരു ഇൻഫർമേഷനും ഇല്ല കേട്ടോ. ഇത്രയും വലിയ കാര്യങ്ങൾ അത് എങ്ങനെയാ അതില്ലേ ജയിക്ക്, അത് അൺബിലീവബിൾ ആയിട്ടുണ്ട്. അത് എന്താ സംഭവം? മേ ബി അന്നത്തെ കാലത്ത് രാജാവ് വീക്കെന്ന് പറഞ്ഞാൽ മറ്റൊരു ആക്രമിക്കുന്ന കരുതി അവരൊരു രാജകീയമായ ഡിസിഷൻ ആയിരിക്കാം ഇത് ന്യൂസ് പുറത്ത് പോയത് എന്നുള്ളത്. പക്ഷെ ലേറ്റർ ഓൺ അവർക്കത് പബ്ലിക് ആക്കായിരുന്നു അല്ലേ? ഇത്രയും ജനങ്ങൾ അതിനെ എക്സ്പെക്ട് ചെയ്യില്ലേ? എടുക്കണ്ട്. ആ പാസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു കുളമാണെന്ന് തോന്നുന്നു കേട്ടോ. പറ്റിപ്പോയി കുളം. ഇതൊക്കെ എന്താ സംഭവം എന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു വല്ല എന്തെങ്കിലും ആയിരിക്കാം. എന്തായിരിക്കാം അറിയില്ല. കുളപ്പുര. കുളത്തിൽ ആൾക്കാർ കയറിയിട്ടേ ചാടിയിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ തന്നെ എന്ത് വലിയ ഹോളെന്നറിയാം. കിച്ചൺ റൂം. വീഡിയോ ഞാൻ പാസ് എടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞെടുത്താണല്ലോ. ഇവിടെ വരുന്ന സമയത്തേ 250 റുപ്പീസ് കൊടുത്തിട്ട് നിങ്ങൾ എല്ലാവരും ഒരു സ്ലിപ്പ് എടുത്തോളൂ കേട്ടോ. കാരണം വെച്ചാൽ എല്ലായിടത്തും ചെക്കിങ് ഉണ്ട്. ഡീസൻ്റ് ആയിട്ട് 250 എടുത്ത് കഴിഞ്ഞാൽ സമാധാനമായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അല്ലാത്ത പക്ഷം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. വെറുതെ നിങ്ങൾ പ്രശ്നത്തിൽ ചാടണ്ട. നമ്മൾ ടിക്കറ്റ് എടുത്തോണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ഒത്തിരി സ്ഥലത്ത് ചോദിച്ചിരുന്നു. അങ്ങനെ നന്നായി ചെക്കിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരിക. അപ്പോൾ പിന്നെ ഈസിയായിട്ട് കുളത്തേക്ക് പോകാൻ പ്രവേശനമല്ലേ അല്ലേ? 3-4 കൊള്ളണമെന്നല്ലേ പറഞ്ഞേ? 4 ഇത് ചേച്ചിനെ മനസ്സിലായോ? നമ്മുടെ സ്വന്തം ചേച്ചി കട്ടിലിനെ കുറിച്ച് കട്ടിലിൻ്റെ കഥ പറഞ്ഞ ചേച്ചി. ആ ചേച്ചി പറഞ്ഞ ആ കല്ലുണ്ടോ? അത് എൻ്റെ കാണിച്ചു. ചേച്ചിനെ കണ്ട വഴിക്ക് വേഗം ചാടി പറഞ്ഞു തന്നെ ഇതാണ് ആ കല്ലെന്ന്. എനിക്കൊന്ന് എടുത്ത് നോക്കാൻ പാടുമോ? സമ്മതിക്കില്ലേ അല്ലേ? രാജാവ് ചേച്ചി നിൽക്കുന്നിടത്ത് നിന്നിട്ടാണ് ഈ കല്ല് പൊക്കിയിടുന്ന ആൾക്കാണ് മറ്റേ പാസ്സാവുള്ളൂ മിലിറ്ററിയിലേക്ക് അല്ലേ? സോൾജർ ആവാൻ പറ്റുള്ളൂ അല്ലേ? സെറ്റപ്പ് തന്നെ ചേച്ചി. നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ കാണുന്ന ഈ ബിൽഡിങ് 90 വർഷം മുന്നേ പണിതല്ലേ? ചിത്ര തിരുനാൾ പണിഞ്ഞത് അല്ലേ? അമ്മയ്ക്ക് വേണ്ടി പണിഞ്ഞാണ് 90 years ബിഫോർ. കുറച്ചൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഈ കമ്പി ജനലൊക്കെ കമ്പി, പിന്നെ വേറെ എന്താ ചേട്ടാ ഇത് വ്യത്യാസം? ഗ്ലാസ് ഇല്ല, ഇപ്പൊ എടുത്തു പോകണം അല്ലേ? മുകളിൽ ഗ്ലാസ് ഉണ്ട്. ശരിയാ. ഇത് അങ്ങനെയല്ല. ഇത് താഴ്ന്നതല്ലേ? മറ്റിച്ചൊരു ഹൈറ്റിലല്ലേ? ഓ അതെ കണ്ടു. അതെ. ഇതെന്ത് കട്ടില? അമ്മയ്ക്ക് കിടക്കാനായിട്ടുണ്ട് ഈ കട്ടിലല്ലേ?
കൊള്ളാം, അടിപൊളി. 4 കെട്ടുണ്ടല്ലേ? ഇതിലൊരു 4 കെട്ടുണ്ട്. 90 years ബിഫോർ കെട്ടിയ ചിത്തിര തിരുനാൾ കെട്ടിയ ആ ഒരു ഇതിലും 4 കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ അതെ, മെയിൻലി വെള്ളത്തിനല്ലേ, അത് തന്നെയല്ലേ എൻ്റെ ശരിക്കും ഉദ്ദേശം. ഒരു തമിഴ് ടച്ച് ഉണ്ട് കേട്ടോ ശരിക്കും. ഇതൊക്കെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ ചെറിയ വീടുകളൊക്കെ ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണാമല്ലോ. അവരിൽ നിന്ന് ഇൻസ്പയർ ആയ പോലെ ഉണ്ട് സംഭവം. അങ്ങനെയല്ലേ പോണ്ടേ? എന്തൊരു അടിപൊളി. ഇവിടെ നല്ല വ്യൂവും സൂപ്പർ ആയിരിക്കും കേട്ടോ. ചെറിയ സ്പേസുകൾ കേട്ടോ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ മണിച്ചിത്രത്താഴിൽ ശോഭന ചേച്ചി നൃത്തം ചെയ്യുന്ന ആ ഒരു സ്ഥലമല്ലേ, അതാണ് കേട്ടോ അത്. ആൾക്ക് നൃത്തം ചെയ്യാൻ ഒരു അവസരം കിട്ടി. എന്താ രസം നോക്കിയേ. ശരിക്കും ഇത് അത് തന്നെയാണോ? നൃത്തപ്പുര തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഡാൻസിങ് മണ്ഡപം തന്നെയാണെന്ന് തോന്നുന്നത് അല്ലേ? ഓക്കെ, സൂപ്പറാട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു വർക്ക്. എന്താ അതിൻ്റെ ഒരു സ്റ്റൈൽ നോക്കിയാൽ എല്ലാം ഒരേപോലെ ഡിക്റ്റോ ആയിട്ട്. ഇതെന്ത് ജീവൻ എല്ലായിടത്തും ഉണ്ട് ഈ മൃഗം. ഇതെന്ത് പണ്ട് ജീവിച്ചിരുന്നാണോ? ആ കാണുന്ന ഡോറിൻ്റെ ആ ഡോറാണോ? ചാമ്പർ തുറക്കാൻ പറ്റും, ഡോർ തുറന്നു കാണാം. ഇത് ഡാൻസിങ് ഹാളാണ് അപ്പോൾ അല്ലേ? ഞാൻ പേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡാൻസ് കളിക്കും, ഇതുവഴി കാണും. ഇപ്പം രാജാവ് എവിടെ ഇരിക്കും? രാജാവിന് പ്രത്യേക സ്ഥാനമല്ലേ അപ്പോൾ ഇവിടെ? അപ്പോൾ ഇവിടെ പുറമേ ആൾക്കാർ വരില്ല അപ്പോൾ അതിനർത്ഥം. അത് രാജാവിൻ്റെ ഓക്കെ. ഇവിടെ രാജാവിന് സ്പെസിഫിക്കലി ഒരു പോയിന്റോ സ്പേസോ ഇല്ല. കാരണം ഇവിടെ അത്രയും പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ലേഡീസ് അപ്പം അതിനകത്ത് കൂടി നമുക്ക് പോകാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ഇതുവഴിയാ പോവാ എൻട്രൻസ്. ആ അടച്ചിട്ടേക്കുന്ന സ്റ്റെയർ. ഞാൻ നിങ്ങൾക്ക് രാജാവിൻ്റെ അമ്മ മാർത്താണ്ഡവർമ്മ അല്ലേ മാർത്താണ്ഡവർമ്മയുടെ അമ്മയുടെ ബെഡ്റൂമിൻ്റെ അവിടെ നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഡോറ് ക്ലോസ് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലേ, അതുവഴി ഇറങ്ങി വന്നാൽ നേരെ ഇങ്ങോട്ടേക്ക് അത്ര വരിക. എന്താല്ലേ, ടോയ്ലറ്റ് പുറത്ത് അടി കൂടെ ഒരു ഡോറ്, അതിന് അടച്ച് വെച്ചേക്കണല്ലേ. ഓക്കെ ഓക്കെ. അവർക്ക് അങ്ങോട്ടേക്ക് എത്തുക. ആ ഓ, ഇതിങ്ങനെ തുറക്കുമല്ലേ? ഒന്ന് കാണിച്ച് ചെയ്ത് കാണിച്ച്. അപ്പോൾ അവർ തുറന്ന് നോക്കും. ആ ഇരുന്ന് കാണാനാണ് ആ ഹൈറ്റ്, നിന്ന് കാണാൻ ആ ഹൈറ്റ്. അയ്യോ സെറ്റ്. അതെ അതെ, കിടന്നും കാണാം. കിടക്കാൻ ബെഡുണ്ട്. ഓ ഡാൻസിങ് ഡോൾസ് ഉണ്ടോ അവിടെ? ആ 2 സ്ത്രീകൾ ഡാൻസ് കളിക്കുന്ന സെറ്റപ്പ് ആയിരുന്നു. സെറ്റപ്പ് ഉണ്ട്. ഇത് അടി നല്ല നിലം സൂപ്പർ ഉണ്ടല്ലേ? ഒറിജിനൽ പഴയ നിലം തന്നെയാണ് അല്ലേ? ഗ്രാനൈറ്റ് ഒന്നും അല്ല, സുർക്കി. ആ മുല്ലപ്പെരിയാർ ഡാമൊക്കെ ചെയ്തതിൻ്റെ ആ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തെന്നാ പറഞ്ഞു കേട്ടോ. ഇത് നൈസാട്ടോ സ്ഥലം. നല്ല തണുപ്പുണ്ടല്ലോ അവിടെ. ചേച്ചി ഫുൾ ടൈം കൊട്ടാരത്തിലാണ് ഇപ്പോൾ. ചേച്ചി മറ്റേ ചേച്ചിമാരെ ഏട്ടന്മാരൊക്കെ എവിടെയാണ് ചേച്ചി? കൊട്ടാരമാണ്. വീട്ടിൽ കുറച്ച് നേരമേ ഉള്ളൂ. ഇപ്പം ഇവരൊക്കെ ഉണ്ടോ റാണിമാര്? ഫുൾ ടൈം കൊട്ടാരത്തിലാണ്. ഇവർ ഉറങ്ങാൻ വേണ്ടി മാത്രമേ വിട്ടു പോകും. ഓക്കെ, ഇനി ചേച്ചി താങ്ക് യു ടാ. ഇനി എന്തൊക്കെ ഉണ്ട് കാണാൻ? ആ അതെ അതെ, ഇത് നേരത്തെ വിഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പൊ പൂജ. ഓ ഇവിടുന്ന് ഡാൻസ് കളിക്കുന്നവര് നേരെ അമ്പലത്തില് ആ സരസ്വതി ദേവിയുടെ നടയുണ്ടത്. അവിടുന്ന് നേരെ നമുക്കിങ്ങനെ നൃത്തം കളിക്കുന്ന കാണുന്ന പോലെ ചെയ്തിട്ട് ഇപ്പൊ ഇതില്ല, വിഗ്രഹം ഒന്നും ഇല്ല അല്ലേ? സ്വാമി പോയിക്കോളൂ സ്വാമി പോയിക്കോളൂ. ഇപ്പൊ ജസ്റ്റ് ഒന്നുമില്ല, ചുമ്മാ ക്ലോസ് ചെയ്തിട്ടേക്കാണല്ലേ. ഈ നൃത്തത്തിന്റെ ഭാഗമായിട്ടാണോ അല്ലെ ഇത് സ്പെസിഫിക്കലി ഇവിടെ കൊത്തി വെച്ചേക്കണേ? അടിപൊളി അടിപൊളി അടിപൊളി. ഇനി എന്താ ചേച്ചി കാണാമല്ലോ ഇനി ഫർദർ ആയിട്ട് ഇവിടെ? ആ കഴിഞ്ഞു, മറ്റേ പാരീസ് ഓൾമോസ്റ്റ് ആയി, തൃപ്തിയായി. ഫുള്ള് ഒന്ന് മിസ് ചെയ്താൽ കണ്ടു. ശരി കേട്ടോ, കാണാം. താങ്ക് യു. നല്ല രസമുണ്ട് നിൽക്കണ കാണാൻ. ഈ ഗ്രാസിൽ നിൽക്കണ കാണുമ്പോൾ എന്തോ കൊണ്ടേ വെച്ച പോലെ ഉണ്ട്. ആ മാത്രമല്ല ഒറ്റ പീസ് പോലെ ഫീൽ ആണല്ലേ ഇങ്ങനെ ഒരേ ഫിനിഷിങ് ഇങ്ങനെ ലാസ്റ്റ് വരെ. പണ്ടത്തെ കാലത്ത് വെള്ളം കോരിയിരുന്ന സിസ്റ്റം, പഴയ പുള്ളി എന്ന് പറയാം അല്ലേ, മരത്തിൻ്റെ. യെസ്, വുഡൻ കപ്പി, വുഡൻ പുള്ളി. അതൊക്കെ പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ചില പഴയ വീട്ടിലൊക്കെ നമ്മുടെ കുടുംബക്കാരത്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അത് എവിടെ? നല്ല തിരക്കൊന്നും കേട്ടോ, ഭാഗ്യമായി നമുക്ക് തിരക്കൊന്നും ഇല്ലാണ്ട് വ്ളോഗ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാടെ ആൾക്കാർ കൂടിയിട്ടേ ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വന്നു തുടങ്ങി കേട്ടോ. നമ്മളങ്ങനെ പാലസ് 100% എക്സ്പ്ലോർ ചെയ്തു, ഒന്നും മിസ് ചെയ്തിട്ടില്ല അല്ലേ? ആകെ മാർത്താണ്ഡവർമ്മ എവിടെയാണ് അടക്കം ചെയ്താൽ മാത്രം മനസ്സിലാവില്ല. ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് വിളിച്ചേക്കെ.
എന്റെ ദൈവം ഭയങ്കര ചെക്കിംഗ് ആണല്ലോ. ഇവിടെ എല്ലാരും എന്നെ പോലെ തന്നെ പേ ചെയ്തിട്ട് ഇതൊക്കെ തരാട്ടോ. പേടിക്കുന്നുണ്ട്. വീഡിയോന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും മസ്റ്റ് ടിക്കറ്റ് എടുത്തെടുക്കുക. നല്ല ചെക്കിംഗ് ആണ്. പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും. പെട്ടെന്ന് വന്നിട്ടല്ലേ പേടിപ്പിച്ച പോലെ ചെക്ക് ചെയ്ത്. എനിവേസ് ഇനി നമ്മൾ മ്യൂസിയം കാണാൻ പോകണം കേട്ടോ. ലാസ്റ്റ് ഏതാ മ്യൂസിയം? അതല്ലേ. ഈ ഒരു വ്യൂ സൂപ്പർ കേട്ടോ കാണാൻ. ഓക്കെ, അങ്ങനെ പത്മനാഭപുരം പാലസൊക്കെ നല്ല രീതിയിൽ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു കേട്ടോ. പുറത്ത് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിനകത്ത് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ച വെപ്പൺസ് ലൈക്ക് ഗണ്ണ്, സ്വേർഡ്, പിന്നെ കുറേ കോയിൻസ്, പിന്നെ കണ്ടമാനം സ്റ്റാച്യൂസ്. അത് മരത്തിൻ്റെ ഇഷ്ടം പോലെ കേട്ടോ. മരത്തിൻ്റെ സ്റ്റാച്യു ഞാൻ അത്ര അധികം കാണുന്നത് ഈ പാലസിൽ തന്നെയാണ്. പിന്നെ ഈ മ്യൂസിയത്തിനകത്ത് കയറാൻ സ്പെഷ്യലായിട്ടുള്ള എൻട്രി ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. നേരത്തെ നമ്മൾ പാലസിലേക്കുള്ള ടിക്കറ്റ് എടുത്തില്ലേ, ആ ടിക്കറ്റിനെ കാണിച്ചാൽ മതി. വീഡിയോ ഉണ്ട്, പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മ്യൂസിയത്തിനകത്ത് എൻട്രി ചെയ്യുന്ന ഡോർ ഉണ്ടോ. അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എങ്ങനെയാണ്. കുറേ കാര്യങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച വെപ്പൺസും അതേപോലെ കോയിൻസ്, അതേപോലെ തന്നെ വുഡൻ സ്റ്റാച്യൂസ്, അതൊക്കെ ആയിരുന്നു. കാരണം ഈ സ്റ്റോണിലുള്ള സ്റ്റാച്യൂസ് പൊതുവേ എല്ലാ മ്യൂസിയത്തിലും നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഡിക്റ്റോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വുഡൻ സ്റ്റാച്യൂസൊക്കെ കുറച്ച് യൂണീക്കായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ വെപ്പൺസും വളരെ സ്പെസിഫിക് ഡിസൈനായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഗണ്ണൊന്നും അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല. ഗണ്ണും എനിക്ക് ഭയങ്കര സെറ്റപ്പായിട്ട് തോന്നിയിട്ട് അവിടുത്തെ. ഡച്ച് മാപ്പ് ഓഫ് ദി മലബാർ കോസ്റ്റ് അവരെല്ലാം കൃത്യമായി കാപ്പി. ഇവരൊക്കെ ഒരു പോയിട്ടെന്നല്ല അർത്ഥം. ഇത് വുഡാണത്. മരം കേട്ടോ, അത് ഫുള്ള് വുഡാ. വാളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഈ ഒരു റൂമാണ് കേട്ടോ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വാളും പിന്നെ അതുപോലെ ഗണ്ണും പിന്നെ കുന്തെന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ അല്ലേ. എന്താ അതിൻ്റെയൊക്കെ ഷേപ്പ് എന്ന് പറയുക, ഡിസൈനൊക്കെ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓരോന്ന് തോന്നിപ്പോകും. അങ്ങനെ എത്ര പേരെ കുത്തി വീഴ്ത്തിയ വാളായിരിക്കും അതൊക്കെ അല്ലേ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര നമ്മളെങ്ങോട്ടൊക്കെയോ ചിന്തിച്ചു പോകും. ഈ റൂമിൽ തന്നെ പണ്ടത്തെ കള്ളന്മാരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഡെഡ് ബോഡി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കൂടുണ്ട്. അതൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസനെ കാണാൻ. ഇന്നത്തെ ആൾക്കാർ ഈ സംഭവം എല്ലാ നാട്ടിലും ഉണ്ട്. ഞാൻ പല സ്ഥലത്ത് പോയപ്പോഴും ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. പിന്നെ പല ടൈപ്പ് ഓഫ് കഫ് ഉണ്ട്. നമ്മൾ ഈ വിലങ്ങ് പറയില്ലേ, ഈ ലെഗ് കഫ്, ഹാൻഡ് കഫ്, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് കഫൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഓരോ വാളിൻ്റെയൊക്കെ നീളം പറഞ്ഞാൽ ഭയങ്കര നീളം കേട്ടോ. വെയിറ്റ് ഇപ്പോൾ നമുക്ക് വെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കനമുള്ള സാധനം എന്നുള്ളത്. അതൊക്കെ പൊക്കിയിട്ട് വീശുക പറഞ്ഞാൽ അന്നത്തെ ആൾക്കാരുടെ ആരോഗ്യം, അവരുടെ സൈസും എല്ലാം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങളൊക്കെ ഇവിടെ പോകുമ്പോൾ ഈ മ്യൂസിയം ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം മ്യൂസിയം ഒരു ലെഫ്റ്റ് സൈഡിൽ കോർണറായിട്ടുള്ളത്. നമ്മൾ നേരെ പാലസ് കയറിയിട്ട് ചിലപ്പോൾ അറിയാണ്ട് അത് മിസ്സാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പാലസൊക്കെ കണ്ടിറങ്ങി കഴിഞ്ഞാൽ മ്യൂസിയത്തിലെ സമയം കൂടി നിങ്ങൾ മാറ്റി വയ്ക്കുക. ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഞാനും ജേക്കയും ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇനി കത്തിച്ച് വിടണം ജേക്കയുടെ വീട്ടിലേക്ക്. ഒരു ലഞ്ചിനൊന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പത്തനാപുരം പാലസ് പോയപ്പോൾ കണ്ട കാഴ്ചകൾ. ഇവിടുന്ന് ജേക്കിനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇടുക്കി, വാഗമൺ, വട്ടവട, മൂന്നാർ അങ്ങനെ എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മൈ ഗൈസ്. SPR ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ സ്പെഷ്യൽ നോക്കി നോക്കാം. ജേക്കയുടെ വീട്ടിൽ നമ്മൾ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം കൂടെ ഉണ്ടായിരുന്നു. പോകുമ്പോൾ നമുക്കൊരു സങ്കടം, അവൻ്റെ മുഖത്തൊരു വിഷമമൊക്കെ തോന്നി. പീയൂഷ് ബ്രോൻ്റെ വീട്ടിൽ നിന്ന് രാത്രി കിടന്നു കേട്ടോ. ഇത്ര ലേറ്റ് നൈറ്റ് എത്തിയിട്ട് പോലും അവരച്ഛനും അമ്മയും അടക്കം ഉറങ്ങാതിരുന്നു. വലിയ സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എന്നാൽ ശരി കേട്ടോ. കാണാം. എന്തായാലും നിങ്ങൾ വീട്ടിലേക്ക് വരണം പറഞ്ഞ പോലെ. ഓക്കെ, ബാക്കി നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ പോട്ടറാ.
ഫുള്ള് ടീമാണ് കേട്ടോ. എവിടെ പോലും നമ്മുടെ ആൾക്കാരാ. കഴിഞ്ഞ ദിവസം മുതൽ ഒറ്റയ്ക്കേ ഇല്ല, എവിടെ പോലും നമ്മുടെ ഫാമിലി അങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന പോലെ ഒരു ഫീലാണ്. ഓക്കെ, എനിവേസ് നമുക്ക് എന്തായാലും വണ്ടിയുടെ കേസ് കാണിക്കാം. ആളുടെ അവിടെ നമുക്ക് കാണിക്കാൻ പറ്റില്ലേ?